ഹലോ, ഇതെൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ എണീച്ചു ചോറും രാവിലത്തേക്കുള്ള ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് മോൻ എണീച്ച് വന്നത്. രാവിലെ അത്യാവശ്യം നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അടുക്കളയിൽ ഒരുവിധം പണിയൊക്കെ തീർന്നപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വന്നിരിക്കും. മോന് ഫുഡൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയം അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവൻ ഉറക്കുന്നുണ്ടെന്ന് കരുതി ഞാൻ വല്ലാണ്ട് അവന് ഉറക്കുന്നുണ്ട്. പക്ഷെ അവൻ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴേൻ്റെയൊക്കെ ഒരു ഇതായതുകൊണ്ടാണെന്നറിയില്ല അവന് നല്ല ഉറക്കം ഇങ്ങനെ മുഖത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ തൊട്ടിലൊക്കെ ഇട്ട് ആട്ടിട്ടോ. പക്ഷെ അവൻ ഉറങ്ങിയില്ല. കുറച്ച് കഴിഞ്ഞപ്പം അവൻ എൻ്റെ കൂടെ തന്നെ എണീച്ച് വന്ന് അത് കഴിഞ്ഞ് അവന് ഞാനൊരു മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്ത്. പിന്നെ അതേ അടുക്കളേൻ്റെ കോലം കണ്ടോ, ഈ ഒരു അവസ്ഥയിലാണ് അടുക്കള കിടക്കുന്നത്. രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനൊന്ന് ഉറങ്ങുന്നവരെ അടുക്കളയൊക്കെ ഏറെക്കുറെ ഈ ഒരു മോഡലായിരിക്കും. പിന്നെ അതേ വീടിൻ്റെ ഉള്ളൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതേ അവനുള്ള മുട്ടയൊക്കെ ഞാൻ പൊരിച്ചു കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിച്ച് അവൻ പിന്നെ ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങി. അവനെ ഉറക്കിയതിന് ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ വന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് എണീച്ചു. അപ്പോൾ ഒന്ന് പോയി നോക്കി. പിന്നെ വീണ്ടും വന്നിട്ട് ബാക്കി ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും പുറത്ത് ഒരു ചെറിയ മഴയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല മഴയുണ്ട് ഇപ്പോൾ. അത് കഴിഞ്ഞ് വന്ന് ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളും ഒക്കെ കഴുകി വെച്ചു. പിന്നെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു മൊത്തമായിട്ട്. അപ്പം അതും ക്ലീൻ ചെയ്തിട്ടു. പിന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. പിന്നെ ഹോള് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ക്ലീൻ ചെയ്യാൻ മീൻസ് അവൻ്റെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ എടുത്തു വെച്ചു. പിന്നെ ഇത് അമ്മ കാടാമ്പുഴ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവിടുത്തെ ഏട്ടൻ്റെ അമ്മ. അപ്പം അവന് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇതിപ്പോൾ 4 എണ്ണത്തിന് 100 രൂപയായിട്ടുള്ളത്. ഇത് കുറച്ച് വലിയ സൈസാണ് കേട്ടോ. അപ്പം അമ്മ ആ സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹാളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു ഞാൻ. പിന്നെ മഴ ആയതുകൊണ്ട് കുറച്ച് തുണി എടുക്കാനും ആറിടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു റൂം ഭയങ്കര മെസ്സായിട്ട് കിടക്കുകയാണ്. കാരണം വെച്ചാൽ മഴ വരുമ്പോൾ ഞങ്ങൾ ആ റൂമിലേക്കാണ് ഇപ്പോൾ ഉണങ്ങിയ തുണികളൊക്കെ ഒന്നുകൂടി ഉണങ്ങാൻ വേണ്ടിയിട്ട് ആറിയിടുന്നത്. പ്രത്യേകിച്ച് പിന്നെ ഈ റൂമിൽ ആരും കിടക്കാത്തത് കൊണ്ട് ഇങ്ങനെ തുണിയൊക്കെ ആറിടാനാണ് ഞങ്ങളിപ്പോൾ ഈ റൂം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏറെക്കുറെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. പിന്നെ അടിച്ച് വാരി ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഒന്ന് തുടയ്ക്കുകയും കൂടി ചെയ്തു കേട്ടോ. മോനുള്ളത് കൊണ്ട് ഇടയ്ക്കെങ്കിലും തുടച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു രാവിലത്തെ നൂൽപുട്ടുണ്ടായിരുന്നു, അതൊരു വറവിട്ടെടുക്കാമെന്ന്. ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു മസാല പോലെ അത് ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നു. ഏട്ടൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നു കേട്ടോ. പിന്നെ അതെ, ഞങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഈ കട്ടുമ്മലിരുന്നിട്ടുള്ള ഈ കളി ഡെയിലി ഇവിടെ നടക്കുന്ന കാര്യം കേട്ടോ. അവനിങ്ങനെ കട്ടുമ്മലിരിക്കുമ്പോൾ അവന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
പിന്നെ വന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചെത്തി. പിന്നെ രാത്രി ചപ്പാത്തിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയത്. അപ്പം അതൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അതിൻ്റെ കൂടെ. ഓക്കെ, ബായ്.